ഹലോ ഫ്രണ്ട്സ്, വിവേകാണ്. ഇന്ന് ഞാൻ നിൽക്കുന്നത് വെച്ചാൽ ഇവ 4K ലക്ഷറി ബാർ സ്റ്റുഡിയോയിലാണ്. ഇത് ചെങ്ങന്നൂരിൽ നിന്ന് അടൂർക്ക് പോകുന്ന മെയിൻ റോഡിൽ തന്നെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇതിൻ്റെ ഇനോഗ്രേഷനാണ്. അപ്പോൾ ഇനോഗ്രേഷൻ ഫംഗ്ഷന് വേണ്ടി വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ സ്വന്തം മഹിമ നമ്പ്യാരാണ്. അപ്പോൾ എല്ലാവരും അതിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഞാനും അതിന് വേണ്ടി വെയിറ്റിംഗ്. അങ്ങനെ ഈ ഫംഗ്ഷൻ ഹോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ മീര ആണ്. മീരയെ നമ്മൾ പല ഫംഗ്ഷനിലും ആങ്കറായിട്ടൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ മലയാളികൾക്ക് വളരെ ഫെമിലിയർ. അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള എല്ലാവരെയും ഈ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷനിലോട്ട് ഇൻവൈറ്റ് ചെയ്തു, വെൽക്കം ചെയ്തു. അതിനുശേഷം ഈ ഒരു 4K ലക്ഷറി ബാർ സ്റ്റുഡിയോയുടെ ഓണറിൻ്റെ കുട്ടിയായ ഇവ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവയുടെ ചെറിയൊരു ഇൻട്രാക്ഷൻ സെക്ഷൻ പോലെ ഉണ്ട്. കുട്ടി നല്ല ചാമിങ്, അതുപോലെ തന്നെ നല്ലതായിട്ട് സംസാരിക്കുന്നതാണ്. ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നു. ഇത്രയും മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇത്ര ഒരാളിവിടെ ഉണ്ട കാര്യം എന്നോട് എന്തേ പറഞ്ഞില്ല. പപ്പയാ വിളിക്കേണ്ട, അപ്പാന്നല്ല. പപ്പയെ പറ്റി രണ്ടു വാക്ക് പറയാവോ അജോ? പപ്പയെ പറ്റി അങ്ങനെ എല്ലാവരുടെയും വെയിറ്റിങ്ങിനൊടുവിൽ മഹിമ നമ്പ്യാരെത്തി. അപ്പോൾ അത്യാവശ്യം ചെറിയ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ബൗൺസേഴ്സൊക്കെ എല്ലാവരെയും മാനേജ് ചെയ്തു. അങ്ങനെ സ്റ്റേജ് വന്ന് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഒന്നും പറയാനില്ല, ഷീസ് വളരെ ക്യൂട്ട് ലുക്കിലാണ് വന്നിരിക്കുന്നത്. ആസ് ഓൾവേസ് നമ്മൾ ഇപ്പോഴത്തെ ഹീറോസിന് എല്ലാവർക്കും ഒരൊറ്റ ചോയ്സ് ഉള്ളത് മഹിമയാണ്, അല്ലെ? മഹിമ എല്ലാ ചെയ്യുന്ന പടങ്ങളും ഭയങ്കര സൂപ്പർ ഹിറ്റായി മാറി. നമ്മളെന്തോ ഒരു മാനസിക ഐക്യം. ഒരുപാട് സന്തോഷം. നമസ്കാരം മാഡു. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഇങ്ങനൊരു എന്താ പറയാ ഒരു ലോഞ്ചിന്റെ ഭാഗമാകാൻ പറ്റിയത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇവ 4K ലക്ഷറി ബാർ സ്റ്റുഡിയോ, ഞാൻ ഇവരെ ഞാൻ ഓൾറെഡി മീറ്റ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോൾ എനിക്ക് അറിയാൻ സാധിച്ചത് എന്താണെന്ന് വെച്ചാൽ വളരെ ലാവിഷായ ഒരു കളക്ഷനാണ് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടി ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മഹിമ, ഇതിലെ ഈവ 4K ലക്ഷറി ബാർ സ്റ്റുഡിയോയുടെ ഈവയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. എനിക്ക് മനസ്സിലായി, കാരണം ഞാൻ ഇവരെ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട്. അപ്പൊ മോളെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഇത് അവരുടെ കുട്ടിയാണ്. അവരുടെ നല്ല കുറിച്ചായിട്ടുണ്ട്. അതങ്ങനെ വരുള്ളൂ. പ്രോഡക്റ്റ് കമ്പനി സേസ് ഇറ്റ് ഓൾ. അതിനുശേഷം മഹിമ നമ്പ്യാരുടെ ഏറ്റവും ഫേമസ്, നമുക്ക് മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട RDXൽ നീല നിലവേ എന്ന് പറഞ്ഞ ആ ഒരു പാട്ടിന് ഇവിടുത്തെ ഇവ എന്ന് പറഞ്ഞ കുട്ടിയുടെ കൂടെ ആയിരുന്നു മഹിമ നമ്പ്യാർ സ്റ്റെപ്പ് വെച്ചു. അപ്പം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടായിരുന്നു. എല്ലാവരും കണ്ട് നോക്കി നിന്നു പോയി. സിനിമ റിലീസായി, OTT ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ബ്രോമാൻസ് എന്ന് പറഞ്ഞൊരു ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊച്ചിയിലാണ് നടക്കുന്നത്. അർജുൻ അശോകനാണ് ഹീറോ. അതാണ് ഇപ്പം ആസ് ഓഫ് നൗ അനൗൺസ് ചെയ്തിട്ടുള്ള പ്രോജക്റ്റ്. ബോയ്ഫ്രണ്ട് ഉണ്ടെങ്കിലും ഞാൻ പറയില്ല. ഉണ്ടോ ഇല്ലയെന്ന് പറയാം. തൽക്കാലം ഇല്ല. തൽക്കാലം മഹിമയ്ക്ക് ബോയ് ഫ്രണ്ട് ഇല്ല, വിച്ച് ഈസ് എ ഗ്രേറ്റ് ന്യൂസ്. സോ മെനി ബോയ്സ്. ഒരു ചേട്ടൻ മഹിമ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ സ്റ്റേജിലെ ഫംഗ്ഷൻസ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മെയിൻ ഫംഗ്ഷനായ ഇനോഗ്രേഷൻ റിബൺ കട്ട് ചെയ്ത് മഹിമ നമ്പ്യാർ ഈ ഒരു 4K ലക്ഷറി ബാർ സ്റ്റുഡിയോ അടൂർക്ക് വേണ്ടി പ്രസൻറ്റ് ചെയ്തിരിക്കുവാണ്. അങ്ങനെ അകത്തെ ഓരോ ഫംഗ്ഷനായിട്ട് അകത്തോട്ട് കയറി. ഈ ഒരു 4K ലക്ഷറി ബാർ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ 2 നിലകളിലായിട്ടുള്ള വളരെ പ്രീമിയമായിട്ട് കിടക്കുവാണ്. അപ്പോൾ മുകളിലൊക്കെ ഓരോരോ ഫ്ലോറിലെ ഓരോ സെക്ഷൻസ് ആയിട്ട് ഇനോഗ്രേറ്റ് ചെയ്തു. ഓക്കെ, ടീമിന്റെ ഭാഗത്ത് നല്ലൊരു എഫേർട്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോറൂം കൊടുക്കുന്നത്. സോ ദ മാർക്കറ്റിംഗ് ടീം. അങ്ങനെ ഇവരുടെ ബ്രാൻഡിൻ്റെ കുറേ പ്രൊമോഷൻ വീഡിയോസൊക്കെ അവരെടുത്തതിന് ശേഷം കുറേ മീഡിയക്കാരുണ്ട്, അവരെല്ലാം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം ഫൈനലി ഞാനും വെയിറ്റിംഗ് ആയിരുന്നു നമ്മുടെ സ്വന്തം മഹിമ നമ്പ്യാരോട് ഒരു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞാനും ഒരു വീഡിയോ പോലെ കിട്ടി.
അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അതിനുശേഷം താഴെ വന്നിട്ട് അവിടുത്തെ സ്റ്റാഫുകളുടെ കൂടെ ഉള്ള ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം മഹിമ നമ്പ്യാർ പോയി. ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം നോക്കി അവസാനം മീര ചേച്ചി അതുപോലെ തന്നെ രാഹുൽ ചേട്ടനും കൊണ്ടായിരുന്നു. ഇവരുടെ കൂടെ നിന്ന് ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷമായിരുന്നു ഞാൻ അവിടുത്തെ കാര്യങ്ങൾ പ്രൈസും കാര്യങ്ങളും എല്ലാം നോക്കിയിട്ടായിരുന്നു ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീട് വെക്കാൻ പ്ലാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാത്റൂം ഫിറ്റിങ്സും അതുപോലെ തന്നെ വാഷ് ബേസിന് അതിൻ്റെ ഫിറ്റിങ്സും ഒക്കെ അൾട്രാ ലക്ഷറി ആൻഡ് പ്രീമിയം ആക്കാൻ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് നിങ്ങളുടെ ഒരു ബെസ്റ്റ് ചോയ്സ്.